എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 1 ഇയർ ഉള്ള കുട്ടിക്ക് വേണ്ടി ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. കോട്ടന്റെ ഫ്രോക്കാണ്. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3/4 മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ പ്ലീറ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് അത്രയും എടുത്തത്. അതിലേക്ക് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാറ്റേൺ വരയ്ക്കാം. കാരണം ഷോൾഡറിന്റെ പോർഷനിൽ കെട്ട് വരുന്ന മോഡലിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാറ്റേൺ വരയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. പേപ്പറിനെ രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1 ഇയർ ഉള്ള ഒരു കുട്ടീന്റെ അളവാണ് പറയുന്നതെങ്കിലും എല്ലാ മക്കളും ഒരേപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടീന്റെ അളവ് എടുത്തിട്ട് ചെയ്യാം ട്ടോ. പിന്നെ സെയിം പാറ്റേൺ ഉപയോഗിച്ചിട്ട് എത്ര വയസ്സ് വരെയുള്ള ആളുകൾക്കും വേണമെങ്കിലും ചെയ്യാം ട്ടോ. യോക്കിന് ലെങ്ത് ആയിട്ട് 6 ഇഞ്ചാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 7 ഇഞ്ച് ലെങ്ത്തിലാണ് ഓൾറെഡി ഇതേപോലെ പേപ്പർ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇൻക്ലൂഡിംഗ് സീം അലവൻസ് അടക്കമാണ് ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതേ 3.5 ഇഞ്ച് തന്നെയാണ് ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് ആയിട്ട് 2.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് പാറ്റേണിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താം ട്ടോ. അപ്പൊ ഇവിടെ 2.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലൈനിന്റെ മുകളിലേക്കാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ടോട്ടൽ നെക്കിന് ലെങ്ത് ആയിട്ട് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ചെറിയ കുട്ടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു 1 ഇഞ്ച് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.25 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. ആ പോയിന്റും ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അതായത് താഴേക്കുള്ള ഈ 1 ഇഞ്ചിലേക്ക് യു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് താഴെയുള്ള ഈ 1 ഇഞ്ചിൽ മാത്രമാണ് ഈ യു ഷേപ്പ് വരുന്നത്. ബാക്കി മുകളിലേക്ക് ഇങ്ങനെ ഡോറി കൊടുത്തിട്ട് കെട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈ നെക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ഇഞ്ച് സീം അലവൻസ്, അതുപോലെ തന്നെ ആം ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ഇഞ്ച് സീം അലവൻസ്, അതിനാണ് ഈ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ കൂടുതൽ വേണം, അതായത് ഇപ്പോൾ ഞാൻ ചെറിയ തിന്നായിട്ടുള്ള ഡോറിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നല്ല വിഡ്ത്തായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അളവ് വേണം നിങ്ങൾ അവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ചെസ്റ്റിന്റെ അളവായിട്ട് 4.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും ശരിക്കും കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ വെച്ചതാണ്. പിന്നെ നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്നതിന്റെ മുന്നേ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയും കേട്ടോ. എന്തുകൊണ്ടാണ് അത്രയും വെക്കേണ്ടെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഓവർ ഫാബ്രിക് ഇങ്ങനെ സൈഡിൽ ഇരിക്കുമ്പോൾ അവർക്കൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഒത്തിരി വെക്കേണ്ടെന്ന് പറയാനുള്ള കാരണം. ഇനി നമ്മൾ ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ നേരത്തെ നെക്ക് വിഡ്ത്ത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഉണ്ടല്ലോ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ 2 പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ആം ഹോളും കൂടി വരച്ചെടുക്കുന്നുണ്ട്. ഫ്രഞ്ച് കർവ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കൈ വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ഞാൻ ആദ്യം ആ ഒരു ലൈൻ പ്രകാരമാണ് കട്ട് ചെയ്തത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബാക്കിലേക്ക് ഫ്രണ്ടിൽ കൊടുക്കുന്ന അത്ര തന്നെ ഇറക്കം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺ പ്രകാരം കട്ട് ചെയ്തിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഫ്രണ്ടിലേക്കുള്ള ഒരു നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിവിടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ നെക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നെക്കിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രകാരം മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇതേപോലെ ഫാബ്രിക് രണ്ടാക്കി മടക്കി കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാറ്റേൺ വെക്കുക. അത് പ്രകാരം കട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ നെക്ക് തന്നെ ആയതുകൊണ്ട് ആദ്യമേ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് 4 ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ്ങും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് ആയിട്ട് നമ്മളൊരു 18 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൽ നിന്നൊരു 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 16 ഇഞ്ചാണ് ലൈനിങ്ങിന് എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ യോക്ക് 6 ഇഞ്ചിൽ ചെയ്യുന്നുണ്ട്. ബാക്കി 10 ഇഞ്ച് ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 11.5 ഇഞ്ച് ലെങ്ത്തിൽ ലൈനിങ് ഇതേപോലെ ഞാൻ 4 മടക്കിയിട്ടിട്ടുണ്ട്. ലൈനിങ് നമ്മൾ എ ലൈൻ മോഡലിലാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിലെ പീസ് മാത്രമാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലൈനിങ്ങിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന യോക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം ഫ്ലെയർ കിട്ടുന്ന രീതിയിൽ എ ലൈൻ മോഡൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. വരച്ച പ്രകാരം കട്ട് ചെയ്യുന്നുണ്ട്. ഇനി മെയിൻ ഫാബ്രിക് എടുക്കാം. ഫാബ്രിക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ച് ആയിരുന്നു. ആ 44 ഇഞ്ച് ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലേക്കും 44 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്, ബാക്കിലേക്കും 44 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ എടുക്കുക. അപ്പോഴാണ് നിറയെ പ്ലീറ്റ്സ് കൊടുക്കാൻ പറ്റുക. അപ്പോഴാണ് കാണാനും ഭംഗി ഉണ്ടാവുക കേട്ടോ. പിന്നെ ലെങ്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു 18 ഇഞ്ചാണ്. അതിൽ 6 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ബാക്കി 12 ഇഞ്ച് ഉണ്ടാവും.
അതിലേക്കും 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. ആ ലെങ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ 2 പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ഡോറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴത്തായിട്ട് ഇതേപോലെ ചെണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നും കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഡോറി എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോസും ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇതേപോലെ മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. മെയിൻ ഫാബ്രിക്കിന്റെ ഈ ടോപ്പ് പോർഷനിലായിട്ട് നമുക്ക് ഈ ഡോറി ഒന്ന് ആദ്യം ഒന്ന് ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അപ്പോൾ ഇതേപോലെ 2 സൈഡും ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ലൈനിങ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നെക്കും ആം ഹോളും ഒക്കെ ഈ ലൈനിങ്ങിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വേറെ ക്രോസ് പീസ് വെക്കൊന്നും ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് ക്രോസ് പീസ് വെക്കണമെങ്കിൽ ക്രോസ് പീസ് വെക്കാം. അതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ക്യാൻവാസ് പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ആദ്യം ആം ഹോളിന്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഡോറി വെച്ചിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണോ നിങ്ങൾ വരച്ചിട്ടുള്ള നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ആം ഹോളിന്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. ഇനി കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. നമുക്ക് ഡോറി ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ആ ഒരു ഷേപ്പ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയിട്ട് വരും. കാരണം ഓൾറെഡി ആ ഡോറി അവിടെ ഉള്ളത് കൊണ്ട്. ഇനി അതിന്റെ മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്താൽ ഫിനിഷ് ചെയ്തിരിക്കും. സെയിം ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്യുക. കാരണം ഒരേ നെക്ക് തന്നെ ആയതുകൊണ്ട് സെയിം ഇതേ പ്രോസസ്സ് തന്നെയാണ്. ഇനി അതെല്ലാം നിങ്ങൾ ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, ആ ഒരു റൗണ്ട് ഷേപ്പ് ഇല്ലെങ്കിൽ ആ ഒരു പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. സ്കേർട്ട് പോർഷന്റെ 2 പീസിന്റെ താഴ്ഭാഗം ഞാൻ ഇതേപോലെ 1/2 ഇഞ്ചിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ ഫാബ്രിക് എടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആക്കി കൊടുക്കാം. ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഗ്യാദേഴ്സ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ലോങ് സ്റ്റിച്ച് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കും. പക്ഷെ നമുക്ക് ഇതേപോലെ ത്രെഡ് വലിച്ചെടുക്കുന്ന ഈ സ്റ്റിച്ചിൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ലോക്ക് ഇട്ട് കൊടുക്കരുത്. വളരെ ഫ്രീ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഒപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് പൊട്ടി പോവാൻ പാടില്ല. ഒറ്റ സ്ട്രെച്ചിൽ കിട്ടണം. അതായത് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ആ ഒരു ത്രെഡ് പൊട്ടാതെ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു എൻഡ് ഇതേപോലെ ലോങ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ത്രെഡ് ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക. അതായത് ഈ ത്രെഡ് ഇങ്ങനെ കൂടി പിടിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ ലൂസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ത്രെഡ് ഇതേപോലെ വലിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ഓട്ടോമാറ്റിക്കലി ഗ്യാദേഴ്സ് കൺവേർട്ട് ആയിട്ട് വരും. അപ്പോൾ എത്രയാണോ നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആവശ്യാനുസരണം ഈ ഗ്യാദേഴ്സിനെ കൺവേർട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മുടെ യോക്ക് പീസിന്റെ സൈസ് എത്രയാണോ ആ സൈസിനനുസരിച്ചിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് വെക്കുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പീസും ചെയ്ത് വെക്കുക. യോക്ക് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ ഈ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്കേർട്ട് പീസിന്റെ നല്ല വശം വെച്ച് കൊടുക്കുക. ശ്രദ്ധിക്കുക, നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യുക, ആ അളവ് കറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് കറക്റ്റ് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. പക്ഷെ കൊടുക്കണ്ട, കാരണം ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് കൂടി വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി ചെയ്യും. അപ്പൊ അത് തന്നെ ധാരാളമായിരിക്കും കേട്ടോ. സെയിം ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ 2 പീസും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ലൈനിങ് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യണേ? ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിന്റെ മുകളിൽ ലൈനിങ് വരത്തക്ക രീതിയിൽ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ സ്കേർട്ട് പീസ് നല്ല രീതിയിൽ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്യണം. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ സ്റ്റിച്ച് കൊണ്ടാൽ പിന്നെ നമ്മൾ അതൊക്കെ ഇളക്കിയെടുത്ത് പിന്നെയും ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. അപ്പോൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ്ങിന്റെ മുകളിൽ ലൈനിങ് വരത്തക്ക രീതിയിൽ വെക്കുക. സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പൊ നമ്മൾ നിവർത്തിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഈ ഒരു യോക്കും സ്കേർട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സീം അലവൻസ് മെയിൻ ഫാബ്രിക്കിന്റെയും ലൈനിങ്ങിന്റെയും ഉള്ളിൽ ഹൈഡ് ചെയ്തിട്ടാണ് ഉള്ളത്. പുറമേക്ക് അത് വിസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ കുട്ടീന്റെ ദേഹത്ത് അത് കുത്തുകയില്ല. കുട്ടിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി ഇത് ഞാനൊന്ന് ലോക്കും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിടാം. ഞാനൊന്ന് ലോക്കും കൂടി 2 ഭാഗത്തും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്യുക. 1.5 ഇഞ്ച് വെച്ചിട്ടാണ് സീം അലവൻസ് വിട്ടേന്ന് പറഞ്ഞു. ആ ഒരു 1.5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാ വരണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോക്ക് കഴിഞ്ഞിട്ട് ഒരു 2 ഇഞ്ച് വരെ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും ഒന്നിച്ച് തയ്ക്കുക. എന്നിട്ട് അവിടെ ഒരു ലോക്ക് ഇട്ട് കൊടുത്തിട്ട് നിർത്തുക. നിർത്തിയതിന് ശേഷം ലൈനിങ് മാറ്റിയിട്ട് മെയിൻ ഫാബ്രിക് മാത്രം താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ലൈനിങ് സ്റ്റിച്ച് ചെയ്യുക. ഈ ലൈനിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ മെയിൻ ഫാബ്രിക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. കാരണം സ്റ്റിച്ച് ഇതിന്റെ മുകളിലേക്ക് വരാൻ പാടില്ല. മെയിൻ ഫാബ്രിക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ലൈനിങ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക.
എന്നിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റിച്ച് ഇടണമെങ്കിൽ എക്സ്ട്രാ സ്റ്റിച്ച് ഇടുക. അധികം സീം അലവൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. സൈഡ് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിന്റെ ഫൈനൽ ലുക്ക്. ഷോൾഡറിന്റെ പോർഷനിൽ കെട്ട് വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നിറയെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്റ്റിച്ചും നമ്മൾ കൺസീൽ ചെയ്തതുകൊണ്ടും പ്യുവർ കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ടും കുട്ടികൾക്ക് ഈ ചൂടത്ത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.